നിങ്ങൾ നടത്തുന്ന ട്രേഡിന് ലാഭം കിട്ടിയാൽ മാത്രം ബ്രോക്കറേജ് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്തരം ഒരു പ്രോഡക്റ്റിനെയാണ് RupeeMonk ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ നാട്ടിൽ സീറോ ബ്രോക്കറേജ് ആയിട്ടുള്ള ഡിസ്കൗണ്ട് ബ്രോക്കർമാർ വളരെയധികം ഉണ്ട്. ഡെലിവറിക്ക് സീറോ അങ്ങനെ പറഞ്ഞിട്ട് ധാരാളം ബ്രോക്കർമാരുണ്ട് എന്നുണ്ടെങ്കിലും ഷെയർഖാനിൻ്റെ എസ്പ്രസോ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നിങ്ങൾ ട്രേഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം വരുന്ന ഒരു ഇൻട്രാഡേ ട്രേഡിന് ഈ പ്ലാറ്റ്ഫോം നിങ്ങളുടെ കയ്യിൽ നിന്ന് ബ്രോക്കറേജ് ഈടാക്കില്ല. ആ പ്ലാറ്റ്ഫോമിൻ്റെ ഗുണങ്ങളെയും ആ പ്ലാറ്റ്ഫോമിൻ്റെ മറ്റ് പ്രത്യേകതകളെയുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഞാൻ സുബീഷാണ്. RupeeMonk എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് RupeeMonk എന്ന് പറഞ്ഞ വാട്സപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. നിങ്ങൾ നടത്തുന്ന ട്രേഡിങ് ഏറ്റവും വിജയകരമായിട്ട് അവസാനിപ്പിക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നൊരു പ്ലാറ്റ്ഫോമാണ് ഷെയർഖാനിൻ്റെ എസ്പ്രസോ എന്ന് പറഞ്ഞത്. ആ പ്ലാറ്റ്ഫോമിൻ്റെ പ്രത്യേകതകളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ഇക്വിറ്റിയിലോ F&Oയിലോ കറൻസിയിലോ കമോഡിറ്റിയിലോ ഏതെങ്കിലും ഒരു സെഗ്മെൻറ്റിൽ ഒരു ഇൻട്രാഡേ ട്രേഡിംഗ് നടത്തുകയാണ്. ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ വാങ്ങി ക്ലോസ് ചെയ്യുന്നതിന് മുൻപ് വിൽക്കുകയോ അല്ലെങ്കിൽ ആദ്യം വിറ്റ് പിന്നീട് വാങ്ങി ആ പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യുകയോ ചെയ്യുന്ന ഇതിനെയാണ് ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുക, അല്ലേ? അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നഷ്ടം വരികയാണ് എന്നുണ്ടെങ്കിൽ ആ നഷ്ടം വരുന്ന ആ സ്ക്വയർ ഓഫ് ട്രാൻസാക്ഷന് ഒരു പൈസ പോലും ബ്രോക്കറേജ് എടുക്കാതെ നിങ്ങൾക്ക് നഷ്ടത്തിന്മേൽ നഷ്ടമില്ലാതെ നിങ്ങളെ സഹായിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഷെയർഖാൻ്റെ എസ്പ്രസോ. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ബ്രോക്കറേജ് ഒഴിവാവുന്നത് നിങ്ങൾക്ക് നഷ്ടം വന്ന ഇൻട്രാഡേ ട്രാൻസാക്ഷൻ്റെ ആ സ്ക്വയർ ഓഫ് ട്രേഡിന് മാത്രമാണ്. അതേപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ആദ്യം നിങ്ങൾ നടത്തിയിട്ടുള്ള ഒന്നാമത്തെ ലെഗിന് നിങ്ങളുടെ കയ്യിൽ നിന്ന് ബ്രോക്കറേജ് ഈടാക്കും. അതുപോലെ ഈ എല്ലാ ട്രാൻസാക്ഷനും സ്റ്റാറ്റ്യൂട്ടറിയും റെഗുലേറ്ററിയുമായിട്ടുള്ള ചാർജുകൾ മറ്റുള്ള ടാക്സുകളും STTയും ഒക്കെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈടാക്കും എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നഷ്ടം വരുന്ന സമയത്ത് ആ നഷ്ടം വരുന്ന ആ സ്ക്വയർ ഓഫ് ട്രാൻസാക്ഷന് നിങ്ങളുടെ കയ്യിൽ നിന്ന് ₹1 പോലും ഈടാക്കുന്നില്ല എന്നുള്ളത് വളരെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. തുടക്കക്കാർക്ക് അല്ലെങ്കിൽ അത്ര ഒരു എക്സ്പേർട്ട് അല്ലാത്ത ആളുകൾക്ക് ധാരാളം നഷ്ടം വരാനുള്ള ഒരു സാധ്യതയുണ്ട്. എങ്കിലും സാധാരണ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താ നഷ്ടം വരുത്തി സ്ക്വയർ ഓഫ് ചെയ്യുന്ന ആ ട്രാൻസാക്ഷനും ₹20 ഈടാക്കുന്നത് ഇതാണ് സാധാരണ പ്ലാറ്റ്ഫോമുകൾ. ഫുൾ സർവീസ് ബ്രോക്കർമാരാണെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ഈടാക്കുന്നുണ്ട്. അപ്പോൾ ഒരു പരിധിവരെ നമ്മളുടെ നഷ്ടം അധികരിക്കാതെ നോക്കുന്നത് ഈ എസ്പ്രസോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പ്ലാറ്റ്ഫോം നമ്മളെ സഹായിക്കുമെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഈ പറഞ്ഞിട്ടുള്ള കാര്യം ഒരു ഉദാഹരണ സഹിതം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഒരു ഇൻട്രാഡേ ട്രേഡിങ് നടത്തുകയാണ്. ഞാൻ നടത്തുന്നത് 100 റിലയൻസിൻ്റെ ഷെയറുകൾ വാങ്ങുകയും കാലത്ത് ₹2100 വെച്ച് വാങ്ങുകയും അങ്ങനെ വാങ്ങുന്ന സമയത്ത് ₹20 ബ്രോക്കറേജും ₹37.80 അതിൻ്റെ മറ്റുള്ള ചാർജുകളുമായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ റിലയൻസ് 2100 നിന്ന് 2150 വരുന്ന എനിക്കൊരു 50 പോയിൻറ്റിൻ്റെ ലാഭം, അതായത് എനിക്ക് ₹5000 ലാഭം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഞാൻ നടത്തിയ ട്രേഡ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നടക്കാതിരിക്കുകയും 2090 റിലയൻസിൻ്റെ എമൗണ്ട് താഴുകയും ചെയ്തപ്പോൾ എൻ്റെ ട്രേഡ് ഞാൻ ക്ലോസ് ചെയ്ത് 10 പോയിൻ്റ് നഷ്ടം ഞാൻ സഹിക്കാനായിട്ട് തീരുമാനിച്ചു എന്ന് കരുതുക. അപ്പം മറ്റേത് പ്ലാറ്റ്ഫോമിലാണ് എന്നുണ്ടെങ്കിലും ഈ സ്ക്വയർ ഓഫ് ചെയ്യുന്ന ഈ ട്രാൻസാക്ഷന് ₹20 ബ്രോക്കറേജ് ഈടാക്കും. അതേപോലെ ₹37.80 അതിന് ചാർജും ഈടാക്കും. പക്ഷേ നിങ്ങൾ എസ്പ്രസോയിലാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ ബ്രോക്കറേജ് ആയിട്ടുള്ള ₹20 ഈടാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ ബ്രോക്കറേജ് ഈടാക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല കേട്ടോ ഈ പ്ലാറ്റ്ഫോമിൻ്റെ പ്രത്യേകത. ഈ പ്ലാറ്റ്ഫോം വളരെ എളുപ്പത്തിൽ യൂസ് ചെയ്യാവുന്നതും വളരെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ക്വിക്കായിട്ടുള്ള ഒരു ഫീച്ചർ ഡെമോ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ഈ പറഞ്ഞിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കും. നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സ്റ്റോക്കുകളെ നമ്മൾക്കൊരു വാച്ച് ലിസ്റ്റായിട്ട് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് ആഡ് ന്യൂ വാച്ച് ലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് ആ വാച്ച് ലിസ്റ്റിൻ്റെ പേര് നമ്മൾ സെലക്ട് ചെയ്യണം. ആ പേര് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ആ പ്ലസ് സൈൻ ഉപയോഗിച്ചോ അല്ലെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള ആഡ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ഉപയോഗിച്ചോ നിങ്ങൾക്ക് പുതിയ സ്റ്റോക്കുകൾ അതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. SBI ലൈഫോ അല്ലെങ്കിൽ SBIയോ ടൈപ്പ് ചെയ്യുമ്പോൾ അത് ഇതിൻ്റെ ലിസ്റ്റുകൾ വരികയും അവിടെ നിന്ന് നമുക്ക് സെലക്ട് ചെയ്ത് ആ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുകയും ചെയ്യാം. ഇങ്ങനെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളുടെ മൂവ്മെൻറ്റ് ഓരോ ദിവസം എത്രയായി എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഒറ്റയടിക്ക് കാണുന്നതിനായിട്ടാണ് വാച്ച് ലിസ്റ്റ് ഉപയോഗിക്കുന്നത്. അവിടെ നിന്ന് തന്നെ ബൈയും സെല്ലും ചെയ്യാനുള്ള ഓപ്ഷനുകളും ഉണ്ട്. അതോടൊപ്പം തന്നെ മറ്റുള്ള ഫീച്ചറുകളായിട്ടുള്ള ഗ്രാഫുകളോ അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസിങ് ലെവലുകളോ ഒക്കെ കാണുന്നതിനായിട്ട് ഈ വാച്ച് ലിസ്റ്റിൽ നിന്ന് നമുക്ക് ആ
സ്റ്റോക്കിൻ്റെ പേര് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇതുപോലെ ഗ്രാഫുകളും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. ആ ഗ്രാഫുകൾ നമുക്ക് പല ഡ്യൂറേഷനിൽ ഗ്രാഫുകൾ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനുകളുണ്ട്. അതുപോലെ ആ ഗ്രാഫിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാഫ് ഒരു വലിയ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ടെക്നിക്കൽ അനാലിസിസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇത് ശരിക്കും ഗുണം ചെയ്യുന്നൊരു ഫീച്ചറാണ്. ഒരു സ്റ്റോക്ക് വാങ്ങുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളുടെ വാച്ച് ലിസ്റ്റിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള സ്ക്രിപ്റ്റ്, ഇപ്പോൾ SBIയുടെ ഷെയർ ഞാൻ വാങ്ങാനായിട്ട് പോവാണ്, അത് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ബൈ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ, ആ ഗ്രീൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇതിൽ CNC MIS എന്നൊക്കെ കാണിക്കും. CNC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോങ് ഡ്യൂറേഷനിൽ വാങ്ങുന്നു, MIS എന്ന് പറഞ്ഞാൽ ഇൻട്രാഡേയിൽ വാങ്ങുന്നതാണ്. ഇപ്പോൾ അതിൽ തന്നെ മാർക്കറ്റ് ലിമിറ്റ്, SL മാർക്കറ്റ്, SL ലിമിറ്റ്, ഇപ്പോഴത്തെ പ്രൈസിൽ വാങ്ങുകയാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അത് MKT എന്നുള്ളത് സെലക്ട് ചെയ്ത് പ്ലേസ് ഓർഡർ കൊടുത്ത് കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് പൈസ ഡെബിറ്റ് ചെയ്തിട്ട് അത്രയും എമൗണ്ട് ആ സ്റ്റോക്ക് നമ്മളുടെ ഓർഡർ ബുക്കിൽ വന്നതായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഇപ്പോഴത്തെ പ്രൈസിൽ ഞാൻ ആ SBI വാങ്ങി എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ. ഇനി അടുത്തതായിട്ട് ഈ SBI ഒരു പ്രത്യേക വിലയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുള്ളൂ എന്നുണ്ടെങ്കിൽ, ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 192 രൂപ 75 പൈസയ്ക്ക് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഷെയർ 190 രൂപ വന്നാൽ വാങ്ങാനാണ് എന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ലിമിറ്റ് ഓർഡർ സെറ്റ് ചെയ്തിട്ട് 190 എന്ന് ടൈപ്പ് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിവിടെ പെൻഡിങ് എന്നുള്ള രീതിയിൽ ഇവിടെ കാണിക്കും. അതായത് ഓർഡർ കംപ്ലീറ്റ് ആയിട്ടില്ല. ആ 190 വരുമ്പോൾ ആ ഓർഡർ എക്സിക്യൂട്ട് ആവും. അതിനുശേഷം നമ്മളുടെ ഓർഡർ ബുക്കിൽ വരികയും ചെയ്യും. ഇനി മറ്റു രണ്ട് ഓപ്ഷനുകൾ SL ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓർഡറാണ്, സ്റ്റോപ്പ് ലോസ് ലിമിറ്റ്. നമുക്കൊരു പ്രത്യേക ലെവലിലേക്ക് മേളിൽ പോകുമ്പോൾ നമുക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ SL ലിമിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനും, SL മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ SL നമ്മളൊരു പ്രത്യേക ലെവലിൽ പറഞ്ഞിട്ടുള്ള ആ സ്റ്റോക്ക് ആ ലെവലിലേക്ക് വരുമ്പോൾ ആ ലെവലിൽ നിന്ന് മാർക്കറ്റ് എപ്പോൾ ആ ലെവലിലുള്ള ആ പ്രൈസിൽ എക്സിക്യൂട്ട് ആവുകയാണ് ചെയ്യുക. അതായത് 195 രൂപയ്ക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മാത്രമേ വാങ്ങാൻ താല്പര്യമുള്ളൂ. എന്നാലേ അപ്സൈഡ് കിട്ടുമെന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷനിൽ ഈ 195 കൊടുത്ത് SL മാർക്കറ്റിൽ 195 കൊടുത്താൽ ഈ എപ്പോഴാണോ 195 കടക്കുന്നത് അപ്പോൾ ഈ പ്രൈസ് എക്സിക്യൂട്ട് ആവുകയാണ് ചെയ്യുക. അതുപോലെ SL ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ 195 കഴിഞ്ഞിട്ട് 10 പൈസയ്ക്കോ അല്ലെങ്കിൽ 5 പൈസയ്ക്കോ എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ SL ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓർഡറും സെറ്റ് ചെയ്യാം. അപ്പോൾ അത് ഇവിടെ ട്രിഗർ പെൻഡിങ് എന്നുള്ള രീതിയിലാണ് ഇവിടെ കാണിക്കുക. അടുത്തതായിട്ട് നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ഷെയറുകളുടെ റിപ്പോർട്ട് എങ്ങനെ കാണാമെന്ന് നോക്കാം. അതായത് നമ്മൾ ഡെലിവറി ബേസിസിൽ വാങ്ങിയിട്ടുള്ള ഷെയറുകൾ നമുക്ക് ഈ ഹോൾഡിംഗ് റിപ്പോർട്ടിൽ കാണാനായിട്ട് സാധിക്കും. ഹോൾഡിംഗ് എന്നുള്ളതിൽ ഇപ്പോൾ നിങ്ങൾ ജൂനിയർ BSR മെറ്റലും നിങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അതിൻ്റെ ആവറേജ് പ്രൈസ് എത്രയാണ്, നിങ്ങൾ ഇപ്പോഴത്തെ വില എത്രയാണ്, അതുപോലെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ്, ഇപ്പോഴത്തെ അതിൻ്റെ പ്രൈസ് എത്രയാണ്, ലാഭമാണോ നഷ്ടമാണോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിൽ നിങ്ങൾക്ക് ഒറ്റയടിക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബ്രേക്കപ്പ് കിട്ടും. കൂടുതൽ ഷെയറുകൾ വാങ്ങാനോ വിൽക്കാനോ ഒക്കെയുള്ള ഓപ്ഷനുകൾ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതാണ്. ഇപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ബ്രേക്കപ്പ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഇപ്പോൾ DPയിൽ, അതായത് നിങ്ങളുടെ ഡിമാറ്റിൽ 15 ഷെയറുകൾ വന്നിട്ടുണ്ട്. 10 ഷെയറുകൾ കഴിഞ്ഞ ദിവസമോ അതിൻ്റെ മുമ്പത്തെ ദിവസമോ വാങ്ങിയത് കൊണ്ട് റിസീവ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. പിന്നെ 10 ഷെയറുകൾ ഇപ്പോൾ ഇന്നത്തെ CNC ക്വാണ്ടിറ്റി ആയിട്ടുണ്ട്. അങ്ങനെ 35 ഷെയറുകളാണ് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ നിന്ന് തന്നെ ഞാൻ മുൻപ് പറഞ്ഞ പോലെ വാങ്ങാനോ വിൽക്കാനോ ഒക്കെയുള്ള ഓപ്ഷനുകളും അവൈലബിൾ ആണ്. എസ്പ്രസോ ഇപ്പോൾ വളരെ നല്ലൊരു റെഫറൽ പ്രോഗ്രാം കൂടെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെയോ റിലേറ്റീവിനെയോ റെഫർ ചെയ്യുകയാണ്, എസ്പ്രസോ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് റെഫർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ അടുത്ത ഒരു വർഷം അവർ നടത്തുന്ന ട്രാൻസാക്ഷനുകളിൽ നിന്ന് എസ്പ്രസോയ്ക്ക് ലഭിക്കുന്ന ബ്രോക്കറേജിൽ 15% നിങ്ങളുടെ റെഫറൽ ബോണസായിട്ട് അടുത്ത മാസം 10-ാം തീയതി നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കാര്യം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ റെഫർ ചെയ്ത് ജോയിൻ ചെയ്തവർക്ക് അക്കൗണ്ട് ഓപ്പണിംഗ് ഫീസ് 0 ആണ്. ഡെലിവറി ബ്രോക്കറേജ് 0 ആയിരിക്കും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം രണ്ടാമത്തെ ലെഗിന് ഇൻട്രാഡേയിൽ ബ്രോക്കറേജ് കൊടുത്താൽ മതിയാവും. അതുപോലെ മണി ഫ്ലിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള വളരെ നല്ല ഒരു വീഡിയോ പ്ലാറ്റ്ഫോം, കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു വീഡിയോ പ്ലാറ്റ്ഫോം, 1999 രൂപ വിലയുള്ള വീഡിയോ പ്ലാറ്റ്ഫോം ഒരു വർഷത്തേക്ക് ഫ്രീ ആയിട്ടും, അതുപോലെ ട്രേഡ് ബൂസ്റ്റർ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം, ട്രേഡിങ് വളരെ എഫക്റ്റീവായിട്ട് നടത്താനുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ ബിഗിനറായിട്ടുള്ള ആളുകൾക്കുള്ള ഒരു
ട്രെയിനിങ് പ്രോഗ്രാമിൽ അതിൻ്റെ ഫീസിൽ 30% ഇളവും കൂടെ നിങ്ങൾ റെഫർ ചെയ്യുന്ന ആളുകൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ബെനിഫിറ്റ് നിങ്ങൾക്കും നിങ്ങൾ റെഫർ ചെയ്തിട്ട് ജോയിൻ ചെയ്യുന്ന ആളുകൾക്കും ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരെയും കൂടെ ഈ അക്കൗണ്ട് ചേരാനായിട്ട് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഓഫർ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അങ്ങനെ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കളെയും കൂടെ ഓപ്പൺ ചെയ്യിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ ജോയിൻ ചെയ്യിച്ചതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഏറ്റവും പ്രധാനമായിട്ട് എസ്പ്രസോയുടെ പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കുറഞ്ഞ ഫീസുകളും ചാർജുകളുമാണ്. ആ കുറഞ്ഞ ഫീസുകളും ചാർജുകളും ഞാൻ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുതരാം. അതായത് ഏത് ഒരു ഡിസ്കൗണ്ട് ബ്രോക്കർമാരെ പോലെയും ഇവർക്കും ഡെലിവറി ക്യാഷ് ആൻഡ് ക്യാരി ആയിട്ടുള്ള ട്രാൻസാക്ഷനുകൾ ഫ്രീ ആണ്. അതിന് ബ്രോക്കറേജ് ഇല്ല. അതായത് നമ്മൾ ഇന്ന് വാങ്ങി അടുത്ത ദിവസങ്ങളിൽ വിൽക്കുന്ന തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ട്രാൻസാക്ഷനുകൾക്ക് ബ്രോക്കറേജ് ഈടാക്കുന്നില്ല. ഇന്ന് വാങ്ങിയിട്ട് മൊത്തം പൊസിഷനും നമ്മൾ അടുത്ത ദിവസത്തേക്ക് ഹോൾഡ് ചെയ്യുന്നില്ല. അതിൻ്റെ കുറച്ച് പൊസിഷൻ നമ്മൾ ഇൻട്രാഡേ ആയിട്ടാണ് സ്ക്വയർ ഓഫ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ സീറോയുടെ ബെനിഫിറ്റ് കിട്ടില്ല. അതിന് പകരം 0.1% ഒരു ബ്രോക്കറേജ് ഉണ്ടായിരിക്കും. അതേസമയം ഇൻട്രാഡേയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ 0.01%ഓ 20 രൂപയോ ഏതാണോ കുറവ് ആ എമൗണ്ട് ഇൻട്രാഡേയുടെ ബ്രോക്കറേജ് ആയിട്ട് എടുക്കും. ഈ ഇൻട്രാഡേ ട്രാൻസാക്ഷൻ ഏത് ഇൻട്രാഡേ ട്രാൻസാക്ഷൻ ആയാലും അതിപ്പോൾ ഇക്വിറ്റിയുടെ ആയാലോ അല്ലെങ്കിൽ കറൻസിയുടെ ആയാലോ ഓപ്ഷൻസിൻ്റെ ആയാലോ കമോഡിറ്റിയുടെ ആയാലോ ഏതിൻ്റെ ഇൻട്രാഡേ ട്രാൻസാക്ഷൻ ആയാലും നമ്മൾ എടുക്കുന്ന ഇൻട്രാഡേ ട്രാൻസാക്ഷൻ ലോസിലാണ് സ്ക്വയർ ഓഫ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രോക്കറേജ് വരില്ല. ലോസ് ജനറേറ്റ് ചെയ്യുന്ന ട്രാൻസാക്ഷന് നിങ്ങൾക്ക് രണ്ടാമത്തെ ലെഗിന് ബ്രോക്കറേജ് വരില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത. ഇത് ബ്രോക്കറേജിൽ മാത്രമുള്ള കാര്യമാണ് ഈ പറഞ്ഞത്. എല്ലാ ട്രാൻസാക്ഷനും ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റെയും സംസ്ഥാന ഗവൺമെൻറ്റെയും ടാക്സുകളും ചാർജുകളും എല്ലാത്തിനും ബാധകമായിരിക്കും. ഈ പ്ലാറ്റ്ഫോമിൻ്റെ പ്രത്യേകതകളും ഇവരുടെ ചാർജുകളും നിങ്ങൾക്ക് താല്പര്യപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിലെ ഒരു അക്കൗണ്ട് എടുക്കാനായിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എസ്പ്രസോയുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഒരു സുഹൃത്തിനെയോ ബന്ധുവിനെയോ നിങ്ങൾ ഇതിലേക്ക് റെഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ റെഫറൽ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതും കൂടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് RupeeMonkനെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ എസ്പ്രസോയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം.